പ്രിയമുള്ളവരെ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിൽ എത്തിക്കുന്നത് അസെൻഷൻ. വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 212-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യ അധ്യായങ്ങൾ 45-ഉം 46-ഉം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായങ്ങൾ 6-ഉം 7-ഉം, സുഭാഷിതങ്ങൾ അധ്യായം 12 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യ അധ്യായം 45. സൈറസിനെ നിയോഗിക്കുന്നു. ജനതകളെ കീഴടക്കാൻ ഞാൻ ആരുടെ വലതുകരം പിടിച്ചുവോ അവന് മുമ്പിൽ വാതിലുകൾ തുറക്കാൻ രാജാക്കന്മാരുടെ അരപ്പട്ടകൾ ഞാൻ അഴിക്കും. നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടുകയില്ല. എൻ്റെ ആ അഭിഷിക്തനോട്, സൈറസിനോട് ഞാൻ ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ നിനക്ക് മുമ്പേ പോവുകയും കുന്നുകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം കർത്താവായ ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ഒളിയിടങ്ങളിലെ നിക്ഷേപങ്ങളും നിനക്ക് ഞാൻ തരും. എൻ്റെ ദാസനായ യാക്കോബിനും തിരഞ്ഞെടുക്കപ്പെട്ടവനായ ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിനക്ക് പേരിട്ടു. ഞാൻ കർത്താവാണ്, വേറൊരുവനുമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. ഞാനാണ് കർത്താവ്, വേറൊരുവനുമില്ല. ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ളവർ അറിയുന്നതിന് വേണ്ടി തന്നെ ഞാൻ പ്രകാശം നിർമ്മിക്കുകയും അന്ധകാരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഞാൻ ഐശ്വര്യം ഒരുക്കുകയും കഷ്ടത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം ചെയ്യുന്ന കർത്താവ് ഞാൻ തന്നെ. ആകാശമേ, മുകളിൽ നിന്ന് പൊഴിയുക. മേഘങ്ങൾ നീതി ചൊരിയട്ടെ. രക്ഷ ഫലമണിയാൻ ഭൂമി തുറക്കപ്പെടട്ടെ. ഒപ്പം നീതിയും സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. ഏകദൈവമായ കർത്താവ്. തൻ്റെ സൃഷ്ടാവിനോട് കലഹിക്കുന്നവന് ദുരിതം. കുശവനോട് മൺപാത്രം പോലെ തന്നെ. നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയില്ലല്ലോ എന്നോ തന്നെ മെനയുന്നവനോട് കളിമണ്ണ് ചോദിക്കുമോ? പിതാവിനോട് നീ എന്താണ് ജനിപ്പിക്കുന്നത് എന്നും സ്ത്രീയോട് നീ എന്താണ് പ്രസവിക്കുന്നത് എന്നും ചോദിക്കുന്നവന് ദുരിതം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അതിനെ മെനയുന്നവനുമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: വരാനിരിക്കുന്നവയെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ. എൻ്റെ മക്കളെപ്പറ്റിയോ എൻ്റെ കരവേലയെപ്പറ്റിയോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുമോ? ഞാനാണ് ഭൂമി ഉണ്ടാക്കിയതും അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും. ഞാനാണ്, എൻ്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. അതിൻ്റെ സൈന്യത്തെയെല്ലാം ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു: നീതിയിൽ ഞാൻ അവനെ ഉണർത്തി. ഞാൻ അവൻ്റെ പാതകൾ നേരെയാക്കും. പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ വിട്ടയക്കുകയും ചെയ്യും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഈജിപ്തിൻ്റെ അധ്വാന ഫലവും എത്യോപ്യയുടെ കച്ചവടച്ചരക്കും ദീർഘകായരായ സേവായരും നിന്നിലേക്ക് കടന്നു വരികയും നിൻ്റേതാവുകയും ചെയ്യും. അവർ നിന്നെ അനുഗമിക്കും. വിലങ്ങുകളോടെ കടന്നു വന്ന് അവർ നിന്നെ വണങ്ങും. ദൈവം നിന്നോട് കൂടെ മാത്രമാണ്, വേറൊരുവനുമില്ല, മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് പ്രാർത്ഥിക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ രക്ഷകനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവരെല്ലാം ലജ്ജിച്ച് നിന്ദിതരാകും. വിഗ്രഹ നിർമ്മാതാക്കൾ ഒന്നായി അധിക്ഷേപത്തിലേക്ക് നീങ്ങും. നിത്യമായ രക്ഷയാൽ ഇസ്രായേൽ കർത്താവിനാൽ രക്ഷിതമായി. ഒരു കാലവും നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. നിങ്ങൾ നിന്ദിക്കപ്പെടുകയുമില്ല. ആകാശത്തിൻ്റെ സൃഷ്ടാവും അവിടുന്നാണ് ദൈവം. ഭൂമിയെ രൂപപ്പെടുത്തി നിർമ്മിച്ചവനുമായ അവിടുന്നാണ് അത് ഉറപ്പിച്ചത്. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല. അവിടുന്ന് രൂപരഹിതമായല്ല അത് സൃഷ്ടിച്ചത്, അധിവസിക്കാനായാണ് അത് രൂപപ്പെടുത്തിയത്. അന്ധകാരദേശത്തിൻ്റെ സ്ഥലത്തോ രഹസ്യമായോ അല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ നിങ്ങൾ എന്നെ തിരയുവിനെന്ന് യാക്കോബിൻ്റെ സന്തതിയോട് ഞാൻ പറഞ്ഞില്ല. കർത്താവായ ഞാനാണ് സത്യം പറയുന്നവൻ, നേരായത് പ്രഖ്യാപിക്കുന്നവൻ. ജനതകളുടെ അഭയാർത്ഥികളെ ഒരുമിച്ച് കൂടി വരുവിൻ. ഒന്നായി അടുത്തു വരുവിൻ.
തങ്ങളുടെ വിഗ്രഹത്തടി പേറുകയും രക്ഷിക്കാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ അജ്ഞരാണ്. നിങ്ങൾ വിവരിച്ച് തെളിവ് കൊണ്ടുവരുവിൻ. അവർ ഒന്നിച്ച് കൂടി ആലോചിച്ചു കൊള്ളട്ടെ. പണ്ട് തന്നെ ഇത് പ്രഖ്യാപിച്ചതാരാണ്? അക്കാലത്ത് തന്നെ അത് പറഞ്ഞതാരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. നീതിമാനും രക്ഷകനുമായ ദൈവം ഞാനല്ലാതെ മറ്റാരുമില്ല. ഭൂമിയുടെ സകല അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. എന്തെന്നാൽ ഞാൻ തന്നെയാണ് ദൈവം, വേറൊരുവനുമില്ല. എന്നെക്കൊണ്ട് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. എന്നിൽ നിന്ന് സത്യം വചനം പുറപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു വരികയില്ല. ഓരോ മുട്ടും എൻ്റെ മുമ്പിൽ മടങ്ങും. ഓരോ നാവും ശപഥം ചെയ്യും തീർച്ച. നീതിയും ബലവും കർത്താവിൻ്റേത് മാത്രം എന്ന് എന്നെക്കുറിച്ച് അവർ പറയും. അവിടുത്തെ ചെറുക്കുന്നവരെല്ലാം ലജ്ജിതരാകാനായി അവിടുത്തെ അരികിലേക്ക് വരും. ഇസ്രായേലിൻ്റെ സന്തതികളെല്ലാം മഹത്വപ്പെടാനായി കർത്താവിൽ നീതിമാന്മാരാകും. യെശയ്യാ അധ്യായം 46. ഇസ്രായേലിൻ്റെ നവജനനം. ബേൽ കുനിഞ്ഞു, നെബോ കുമ്പിട്ടു. അവ നിങ്ങളുടെ വിഗ്രഹങ്ങളായിരുന്നു. മൃഗത്തിനും കന്നുകാലികൾക്കുമാകട്ടെ നിങ്ങളുടെ പല്ലക്കുകൾ ഭാരമാണ്, തളർത്തുന്ന ചുമടാണ്. ഭാരം വഹിക്കാൻ കഴിയാതെ അവ കുമ്പിടുകയും കുനിയുകയും ചെയ്തു. അവയുടെ ജീവൻ അടിമത്തത്തിലേക്ക് നീങ്ങി. ഉദരം മുതൽ സംവഹിക്കപ്പെട്ടവരും ഗർഭം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്ന സകലരുമേ എന്നെ ശ്രവിക്കുവിൻ. വാർദ്ധക്യം വരെയും ഞാൻ അവൻ തന്നെ. ജരാനര വരെ ഞാൻ വഹിക്കും. ഞാൻ സൃഷ്ടിച്ചു, ഞാൻ വഹിക്കും. ഞാൻ തന്നെ ചുമക്കുകയും രക്ഷിക്കുകയും ചെയ്യും. താരതമ്യപ്പെടുത്താനും എന്നെ സദൃശനാക്കാനും ഞങ്ങൾ തുല്യരാകാനുമായി ആരോട് നിങ്ങൾ എന്നെ തുലനം ചെയ്യും? മടിശീലയിൽ നിന്ന് സ്വർണം ധൂർത്തടിക്കുന്നവർ വെള്ളിക്കോലിൽ വെള്ളിയും തൂക്കും. ഒരു ദേവനെ നിർമ്മിക്കാനായി അവർ സ്വർണ്ണപ്പണിക്കാരനെ കൂലിക്കെടുക്കും. അവർ പ്രണമിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അവർ അതിനെ ചുമലിലെടുക്കും. അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകാതെ ഉറപ്പിക്കാനും യഥാസ്ഥാനം സ്ഥാപിക്കാനുമായി അവർ അത് വഹിക്കും. അതിനോട് കേണപേക്ഷിച്ചാലും അത് ഉത്തരമരുടുകയില്ല. അവൻ്റെ വിപത്തിൽ നിന്ന് അതവനെ രക്ഷിക്കുകയുമില്ല. നിങ്ങളിത് അനുസ്മരിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. അതിക്രമികളെ മനസ്സിലാക്കുവിൻ. പണ്ടു മുതലുള്ള മുഖ്യകാര്യങ്ങൾ ഓർക്കുവിൻ. ഞാൻ തന്നെയാണ് ദൈവം, മറ്റൊരു ദൈവമില്ല. എന്നെപ്പോലെ വേറൊരുവനുമില്ല. ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും എൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിക്കുകയും ചെയ്യും എന്ന് പറയുന്നവനും വരാനിരിക്കുന്നത് ആരംഭത്തിൽ തന്നെയും ചെയ്യപ്പെടാത്തവ മുൻകൂട്ടിയും പ്രഖ്യാപിക്കുന്നവനുമായവൻ തന്നെ. കിഴക്ക് നിന്ന് ഒരു ഹിംസർ പക്ഷിയെ, ദൂരദേശത്തു നിന്ന് എൻ്റെ ലക്ഷ്യത്തിനൊത്തവനെ വിളിക്കുന്നവൻ തന്നെ. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അത് ചെയ്യും. ഞാൻ രൂപം നൽകി, ഞാൻ തന്നെ അത് നടപ്പാക്കും. വിമോചനത്തിൽ നിന്ന് വിദൂരത്തായിരിക്കുന്ന കഠിനഹൃദയരെ എന്നെ ശ്രവിക്കുവിൻ. എൻ്റെ വിമോചനം ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് വിദൂരത്തായിരിക്കുകയില്ല. എൻ്റെ രക്ഷ താമസിക്കുകയില്ല. സിയോനിൽ ഞാൻ എൻ്റെ രക്ഷയും ഇസ്രായേലിൽ എൻ്റെ മഹത്വവും സ്ഥാപിക്കും. എസെക്കിയേൽ അധ്യായം 6. പൂജാഗിരികൾക്കെതിരെ. കർത്താവിൻ്റെ വചനം എൻ്റെ പക്കലേക്ക് ഇപ്രകാരമുണ്ടായി. മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ പർവ്വതങ്ങൾക്ക് നേരെ നിന്റെ മുഖമുറപ്പിച്ച് അവയോട് പ്രവചിക്കുക. നീ പറയണം, ഇസ്രായേൽ പർവ്വതങ്ങളെ, നാഥനായ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. നാഥനായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ നിങ്ങളുടെ മേൽ വാൾ കൊണ്ടുവരുന്നു. നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ നശിപ്പിക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ പരിത്യക്തമാകും. നിങ്ങളുടെ ധൂപപീഠങ്ങൾ തകർക്കപ്പെടും. നിങ്ങളുടെ മുറിവേറ്റവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീഴിക്കും. ഇസ്രായേല്യരുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിലിടും. നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും. നിങ്ങളുടെ വാസസ്ഥാനങ്ങളിലെല്ലാം നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ വിജനമാക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടന്ന് നശിക്കും. നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടില്ലാതാകും. നിങ്ങളുടെ ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടും. നിങ്ങളുടെ നിർമ്മിതികൾ തുടച്ചു നീക്കപ്പെടും. വധിക്കപ്പെട്ടവൻ നിങ്ങളുടെ മധ്യേ നിബദിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും. അവരെ വാളിൽ നിന്ന് രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. നിങ്ങൾ ദേശങ്ങളിൽ ചിതറിക്കപ്പെടുമ്പോൾ ജനതകളുടെ ഇടയിൽ വാളിനെ അതിജീവിച്ചവരായി നിങ്ങളിൽ ചിലരെ ഞാൻ അവശേഷിപ്പിക്കും. എന്നിൽ നിന്നകന്നുകൊണ്ട് വ്യഭിചരിച്ച അവരുടെ ഹൃദയവും തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് പിന്നാലെ വ്യഭിചരിച്ച അവരുടെ കണ്ണുകളും ഞാൻ തകർക്കുമ്പോൾ അടിമകളാക്കപ്പെട്ട ജനതകളുടെ ഇടയിൽ നിങ്ങളിൽ രക്ഷിക്കപ്പെട്ടവർ എന്നെ ഓർക്കും. തങ്ങൾ ചെയ്ത തിന്മകളെ പ്രതി തങ്ങളുടെ എല്ലാ മ്ലേച്ഛതകളും മൂലം അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദ്യരായിത്തീരും.
ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും. ഈ അനർത്ഥം അവരോട് ചെയ്യുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചത് വൃഥാവിലാവില്ല. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: കൈകൊട്ടുകയും കാൽ ചവിട്ടുകയും ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിൻ്റെ മഹാമ്ലേച്ഛതകൾക്ക് നേരെ നീ പറയുക, ഹാ കഷ്ടം! എന്തെന്നാൽ അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിബദിക്കും. അകലെയുള്ളവൻ പകർച്ചവ്യാധി കൊണ്ട് മരിക്കും, അടുത്തുള്ളവൻ വാളുകൊണ്ട് നിബദിക്കും. ശേഷിക്കുന്നവനും സംരക്ഷിതനും ക്ഷാമം കൊണ്ട് മരിക്കും. അങ്ങനെ എൻ്റെ ക്രോധം ഞാൻ അവരുടെ ഇടയിൽ പൂർത്തിയാക്കും. അവരുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റിലും അവരുടെ വിഗ്രഹങ്ങൾക്കിടയിലും അവർ തങ്ങളുടെ എല്ലാ വിഗ്രഹങ്ങൾക്കും പ്രസാദകരമായ പരിമളദ്രവ്യമർപ്പിച്ചിരുന്ന സ്ഥലമായ ഓരോ ഉയർന്ന കുന്നിലും കൊടുമുടികളെല്ലാറ്റിലും ഓരോ പച്ചമരച്ചുവട്ടിലും ഇടതൂർന്ന് വളരുന്ന ഓരോ ഓക്കുമരച്ചുവട്ടിലും അവരുടെ വധിക്കപ്പെട്ടവർ കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ഞാൻ അവർക്കെതിരെ എൻ്റെ കൈനീട്ടും. മരുഭൂമി മുതൽ റിബ്ള വരെ അവരുടെ എല്ലാ വാസസ്ഥാനങ്ങളിലെയും ദേശം ഞാൻ വിജനവും ശൂന്യവുമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. എസെക്കിയേൽ അധ്യായം 7. അവസാനം അടുത്തു. കർത്താവിൻ്റെ വചനം എൻ്റെ പക്കലേക്ക് ഇപ്രകാരമുണ്ടായി: മനുഷ്യപുത്ര, നാഥനായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: അവസാനം അടുത്തിരിക്കുന്നു, ദേശത്തിൻ്റെ 4 ദിക്കുകളുടെയും അവസാനം. ഇപ്പോൾ നിന്റെ മേലാണ് അന്ത്യം. എൻ്റെ കോപം നിന്റെ മേൽ ഞാൻ അയക്കും. നിന്റെ മാർഗങ്ങൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും. നിന്റെ മ്ലേച്ഛതകൾക്കെല്ലാം നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. എൻ്റെ ദൃഷ്ടി നിന്റെ മേൽ കനിവ് കാട്ടുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ മാർഗങ്ങൾക്ക് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ മധ്യേ ഉണ്ടായിരിക്കും. ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, നാശത്തിന് പകരം നാശമെത്തിയിരിക്കുന്നു, ഒരന്ത്യമെത്തിയിരിക്കുന്നു. ആ അന്ത്യം വന്നിരിക്കുന്നു, അത് നിനക്ക് നേരെ ഉണർന്നിരിക്കുന്നു. ഇതാ, അത് എത്തിക്കഴിഞ്ഞു. ദേശത്ത് വസിക്കുന്നവനെ, ഇതാ നിന്റെ നേർക്ക് വിനാശം ആഗതമായിരിക്കുന്നു. ആ സമയമെത്തി, ആ ദിനം സമീപിച്ചിരിക്കുന്നു. മലകളിലെ ആർപ്പുവിളിയല്ല, മറിച്ച് പരിഭ്രാന്തി. ഇപ്പോൾ എൻ്റെ ക്രോധം നിന്റെ മേൽ ഞാൻ ക്ഷിപ്രം ചൊരിയും. എൻ്റെ കോപം നിന്നിൽ ഞാൻ പൂർത്തിയാക്കും. നിന്റെ മാർഗങ്ങൾക്കനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും. നിന്റെ മ്ലേച്ഛതകൾക്കെല്ലാം നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. എൻ്റെ ദൃഷ്ടി കനിവ് കാട്ടുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ മാർഗങ്ങൾക്ക് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ മധ്യേ ഉണ്ടായിരിക്കും. ഞാനാണ് ശിക്ഷിക്കുന്നവനായ കർത്താവെന്ന് നീ അറിയും. ഇതാ ആ ദിനം, ഇതാ അത് വരുന്നു. വിനാശം പുറപ്പെട്ടിരിക്കുന്നു, ദണ്ഡ് പുഷ്പിച്ചിരിക്കുന്നു, അഹങ്കാരം തളിർത്തിരിക്കുന്നു, അക്രമം ദുഷ്ടതയുടെ ദണ്ഡായി ഉയർന്നിരിക്കുന്നു. അവരിൽ നിന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്നോ അവരുടെ സമ്പത്തിൽ നിന്നോ ഒന്നും അവശേഷിക്കുകയില്ല. അവർക്കോ ശ്രേഷ്ഠതയുമില്ല. ആ സമയം വന്നിരിക്കുന്നു, ആ ദിനം ആഗതമായിരിക്കുന്നു. വാങ്ങുന്നവൻ സന്തോഷിക്കാതിരിക്കട്ടെ, വിൽക്കുന്നവൻ വിലപിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ജനക്കൂട്ടം മുഴുവനിലേക്കും ക്രോധം പതിക്കുന്നു. അവർ തുടർന്നും ജീവിച്ചിരുന്നാൽ തന്നെയും വിൽക്കുന്നവൻ വിറ്റതിലേക്ക് മടങ്ങുകയേയില്ല. എന്തെന്നാൽ ജനക്കൂട്ടം മുഴുവനെയും കുറിച്ചുള്ള ദർശനം നിഷ്ഫലമാകില്ല. തൻ്റെ അകൃത്യം കൊണ്ട് ഒരാൾക്കും സ്വജീവൻ ശക്തിപ്പെടുത്താനാവില്ല. അവർ കാഹളം ഊതിക്കഴിഞ്ഞു, എല്ലാം സജ്ജമായി, എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. എന്തെന്നാൽ ജനക്കൂട്ടം മുഴുവനിലേക്കും എൻ്റെ ക്രോധം പതിക്കുന്നു. ഇസ്രായേലിൻ്റെ പാപങ്ങൾ. പുറമേ വാൾ, അകമേ പകർച്ചവ്യാധിയും പട്ടിണിയും. വെളിമ്പ്രദേശത്തുള്ളവൻ വാളാൽ മരിക്കും. പട്ടണത്തിലുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും ആഹരിക്കും. അവരിൽ അതിജീവിക്കുന്നവർ രക്ഷപ്പെടും. താഴ്വരകളിലെ പ്രാവുകളെപ്പോലെ സ്വന്തം അകൃത്യം വിലാപ വിഷയമാക്കി അവരോരോരുത്തരും മലകളിലായിരിക്കും. എല്ലാ കരങ്ങളും ദുർബലമാകും, കാൽമുട്ടുകളെല്ലാം വെള്ളമൊഴുക്കും. അവർ ചാക്ക് ധരിക്കും, ഭീതി അവരെ ആവരണം ചെയ്യും. എല്ലാ മുഖങ്ങളിലും ലജ്ജ, അവരുടെ ശിരസ്സുകളിലെല്ലാം കഷണ്ടി. തങ്ങളുടെ വെള്ളി അവർ തെരുവുകളിൽ വലിച്ചെറിയും, അവരുടെ സ്വർണം അശുദ്ധ വസ്തുവായിത്തീരും. കർത്താവിൻ്റെ ക്ഷോഭത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കും സ്വർണത്തിനും അവരെ വിമോചിപ്പിക്കാനാവില്ല. അവ അവരുടെ തൃഷ്ണ ശമിപ്പിക്കില്ല, വയറ് നിറയ്ക്കുകയുമില്ല. കാരണം അവയായിരുന്നു അവരുടെ അകൃത്യത്തിന് പ്രലോഭനം. ആഭരണങ്ങളുടെ ഭംഗി അവർ അഹങ്കാരമാക്കി. അതുകൊണ്ട് അവർ മ്ലേച്ഛതയുടെ വിഗ്രഹങ്ങൾ, തങ്ങളുടെ നിന്ദ്യമായ വസ്തുക്കൾ നിർമ്മിച്ചു. ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും. അത് അപരിചിതരുടെ കയ്യിൽ കൊള്ള മുതലായും ദേശത്തെ ദുഷ്ടർക്കിരയായും ഞാൻ കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. അവരിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം തിരിക്കും. അവർ എൻ്റെ നിക്ഷേപം അശുദ്ധമാക്കും. കൊള്ളക്കാർ അതിൽ പ്രവേശിച്ച് അത് അശുദ്ധമാക്കും. നീ ഒരു ചങ്ങലയുണ്ടാക്കുക,
എന്തെന്നാൽ ഭൂമി രക്തപാതകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പട്ടണം അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഞാൻ ജനതകളിലെ നീചന്മാരെ കൊണ്ടുവരും, അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും. ബലവാന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും, അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും. കഠിനവേദന വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ ഫലമുണ്ടാവുകയില്ല. നാശത്തിനു മേൽ നാശം വന്നുകൂടും, കിംവദന്തിയോട് കിംവദന്തിയുണ്ടാകും. അപ്പോൾ അവർ പ്രവാചകനിൽ നിന്ന് ദർശനമാരായും, എന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമമില്ലാതായിരുന്നു, ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും. രാജാവ് വിലപിക്കും, രാജകുമാരൻ നിരാശ ധരിക്കും, ദേശത്തെ ജനത്തിൻ്റെ കൈകൾ വിറകൊള്ളും. അവരുടെ മാർഗത്തിനനുസൃതമായി ഞാൻ അവരോട് പെരുമാറും, അവരുടെ ന്യായവിധിക്കനുസൃതമായി ഞാൻ അവരെ വിധിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. സുഭാഷിതങ്ങൾ അധ്യായം 12, വാക്യങ്ങൾ 9 മുതൽ 12 വരെ. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വമ്പ് നടിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി ഒരു ദാസനുണ്ടായിരിക്കെ നിന്ദിതനാകുന്നതാണ്. നീതിമാൻ തൻ്റെ വളർത്തുമൃഗത്തിൻ്റെ ഇംഗിതം അറിയുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ അനുകമ്പ പോലും ക്രൂരമാണ്. സ്വന്തം നിലത്ത് അധ്വാനിക്കുന്നവന് സമൃദ്ധമായി ആഹാരമുണ്ട്, വ്യർത്ഥകാര്യങ്ങൾ പിന്തുടരുന്നവൻ ബുദ്ധിശൂന്യനാണ്. ദുഷ്ടൻ ആഗ്രഹിക്കുന്നത് അധർമ്മികളുടെ വേട്ടവസ്തുവാണ്, നീതിമാന്മാരുടെ വേരാകട്ടെ ഫലദായകമാണ്. പ്രിയമുള്ളവരെ, 212 ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് നമ്മൾ ഇപ്പോൾ വളരെ എളിമയോടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്നതും നമ്മുടെ ജീവനെ നിലനിർത്തുന്നതും നമ്മളെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതുമെല്ലാം കർത്താവിൻ്റെ കരുണ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. യെശയ്യായിൽ നമ്മൾ വായിച്ചത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പേർഷ്യ മേദിയ രാജാവായിരുന്ന സൈറസിനെ കുറിച്ചാണ്. സൈറസ് ഒരു വിജാതീയ രാജാവായിരുന്നു. പക്ഷേ അയാൾ ദൈവജനത്തെ വിമോചിപ്പിക്കാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, സൈറസ് ജനിക്കുന്നതിന് ഏകദേശം 150ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് സൈറസിൻ്റെ പേര് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം സൈറസിന് ആ പേരിട്ടത് യഹോവയായ ദൈവമാണ് എന്നാണ്. മറ്റൊരു കൗതുകകരമായ നിരീക്ഷണം ഈ വായനയിൽ നമ്മൾ കണ്ടെത്തിയത് ജോസിയ എന്ന രാജാവ് ജനിക്കുന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പ് ജോസിയായെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിരുന്നു. നമ്മൾ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പേര് പോലും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് ബൈബിളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഏറ്റവും മനോഹരവും ഏറ്റവും അടിസ്ഥാനപരവുമായ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ആകസ്മികമായി സംഭവിച്ചതല്ല നമ്മുടെ ജനനം. ഇതെല്ലാം ദൈവത്തിൻ്റെ മനോഹരമായ ആ തിരക്കഥയുടെ ഭാഗമാണ്. സൈറസ് ഒരു വിജാതീയ രാജാവായിരുന്നെങ്കിലും ഇസ്രായേലിൻ്റെ ദൈവത്തെ അയാൾ ആദരിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അയാൾ ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്നു. ഒരു ഹിംസ്ര പക്ഷിയെപ്പോലെ കിഴക്കുനിന്ന് അവനെ ഞാൻ കൊണ്ടുവരും എന്നാണ് ദൈവം അരുളി ചെയ്തത്. അങ്ങനെ അയാൾ വേഗതയുള്ള ഒരു പക്ഷിയെപ്പോലെ, ഒരു സ്വിഫ്റ്റ് ബേർഡിനെ പോലെ അയാൾ എല്ലായിടത്തേക്കും പറന്നെത്തി ഓരോ സാമ്രാജ്യത്തെയെ കീഴടക്കി. ബാബിലോണിനെ കീഴടക്കുമ്പോൾ ബാബിലോണിൻ്റെ സുശക്തമായ, ഒരിക്കലും തുറക്കപ്പെടുകയില്ലെന്ന്, ശത്രു തുറക്കുകയില്ലെന്ന് അവർ വിചാരിച്ച നഗരകവാടങ്ങൾ അത് തുറന്നിടാൻ ദൈവം വലതുകരം ഗ്രഹിച്ചത് സൈറസിൻ്റെ വലതുകരമാണ്. ദൈവം യഥാർത്ഥത്തിൽ എന്താണ് ഈ സൈറസിനെക്കുറിച്ചുള്ള പ്രവചനത്തിലൂടെ അരുളി ചെയ്യുന്നത്? ദൈവമായ കർത്താവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധിനാഥൻ, ചരിത്രത്തിൻ്റെ അധിനാഥൻ. ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ച ശക്തികളെയും പ്രപഞ്ചത്തിലെ അധികായരായ മനുഷ്യരെയും ഈ ഭൂമിയുടെ ചരിത്രത്തെയും നിയന്ത്രിക്കുന്ന അധിനാഥനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹി നോസ് ദി എൻഡ് ഫ്രം ദ ബിഗിനിങ്. അവൻ അവസാനം തുടക്കം മുതലേ അറിയുന്നവനാണ്. ഇതിൻ്റെ അവസാനം എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും, ഒരുപക്ഷെ തൊട്ടടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും, ദൈവം എല്ലാം മുൻകൂട്ടി കാണുന്നു, മുൻകൂട്ടി അറിയുന്നു എന്നുള്ളതാണ് അവൻ്റെ ആ കരുത്തുറ്റ കരത്തിൽ ശരണം വെക്കാൻ നമ്മളെ സഹായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, നമ്മൾ എസെക്കിയേലിൽ വായിച്ചത് പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തോട് പ്രവാസത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എസെക്കിയേൽ ബോധ്യപ്പെടുത്തുകയാണ്. അത് വിഗ്രഹാരാധനയാണ്. യഥാർത്ഥ ദൈവത്തിന്
പകരം വെച്ച വിഗ്രഹങ്ങളായിരുന്നു നമ്മളെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഏറ്റവും സന്തോഷകരമായ, ആശാസ്യമായ ഒരു കാര്യം, പ്രതീക്ഷ നൽകുന്നൊരു കാര്യം, പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയതിന് ശേഷം യഹൂദൻ പിന്നീട് ഒരിക്കലും വലിയ സംഘമായോ സമൂഹമായോ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് പ്രവാസം പ്രധാനമായും ഉണക്കിയത് അവരുടെ വിഗ്രഹാരാധനയുടെ മുറിവുകളായിരുന്നു. പിഴുതു കളഞ്ഞത് വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള ആ ദുരയുടെ വേരുകളായിരുന്നു. 3 കാര്യങ്ങളാണ് ഈ ശിക്ഷാവിധിയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നത്. 1 യുദ്ധം, 2 ക്ഷാമം, 3 പകർച്ചവ്യാധി. ഈ 3 കാര്യങ്ങൾ തന്നെ പിന്നീട് വെളിപാട് പുസ്തകത്തിലും ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ കാണും. മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ കോപം, കർത്താവിൻ്റെ ദിനം തുടങ്ങിയ വാക്കുകളെല്ലാം തന്നെ ഇവിടെ സമാന അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ പാപം ഒരു പ്രത്യേക അളവ് കഴിയുമ്പോൾ പിന്നീട് ആ തിന്മ ഒരിക്കലും പരിശുദ്ധനായ ദൈവം അംഗീകരിക്കുകയില്ല. പാപത്തിൻ്റെ അളവ് കൂടുമ്പോൾ, പാപം കുന്നുകൂടുമ്പോൾ, ബൈബിളിൻ്റെ ഭാഷ അതാണ്, പാപം കുന്നുകൂടുമ്പോൾ, പാപം സ്റ്റോറപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ക്രോധം കൂടി ശേഖരിച്ചു വെക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പാപം വർദ്ധിക്കുന്നിടത്ത് ക്രോധം ആസന്നമാകുന്നു. ദൈവത്തിൻ്റെ ദിനം അത് ശിക്ഷാവിധിയുടെ ദിനമായി മാറുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പാപത്തെ കൂട്ടിവെക്കാതിരിക്കണം എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നത്. അനുതാപം നല്ല ഒരു പരിഹാരമാർഗമാണ്. ഏറ്റുപറയുന്നത് നല്ല ഒരു പരിഹാരമാർഗമാണ്. ക്രിസ്തു കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൽ ആശ്രയിക്കുന്നത് നല്ല ഒരു പരിഹാരമാർഗമാണ്. അനുതപിച്ചും ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞും പാപങ്ങൾ കുമ്പസാരിച്ചും ഏറ്റുപറഞ്ഞും നമ്മൾ പാപം കൂട്ടിവെക്കപ്പെട്ടതിനെ നിരപ്പാക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ ലെവല് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം ഒടുവിൽ ഈ ജനം ഈ വേദനയിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ അവർ തിരിച്ചറിയാൻ പോകുന്നത് ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. എല്ലാ ശിക്ഷണ അനുഭവങ്ങളും ഒടുവിൽ നമ്മളെ എത്തിക്കുന്നതും എത്തിക്കേണ്ടതുമായ ബോധ്യം ഇതാണ്: നമ്മുടെ കർത്താവ്, ദൈവമായ കർത്താവാണ് നമ്മുടെ ദൈവം. They will know that I am the Lord. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ തിരിച്ചറിയാനുള്ള മനോഹരമായൊരു യാത്രയാണിത്. നമ്മുടെ ഈ യാത്രയിൽ, ഈ വചന വായന യാത്രയിൽ മാത്രമല്ല, ഓരോ ദിവസത്തിലെയും ജീവിതത്തിലും നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും. ജീവിതാനുഭവങ്ങളെ നമുക്ക് വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടതുണ്ട്. ജീവിതാനുഭവങ്ങളെ മാറി നിന്ന് നോക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? എന്തൊക്കെയാണ് ദൈവം ഇന്ന് എന്നോട് സംസാരിച്ചത്? എങ്ങനെയൊക്കെയാണ് ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്? കണ്ണുനീരോടുകൂടി അല്ലാതെ നമുക്ക് കിടക്കയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ മനോഹരമായ പ്രവൃത്തികളുടെ ആകത്തുകയാണ്. അതുകൊണ്ട് നല്ല ശക്തിയുള്ളവരായി ഉറച്ചു നിൽക്കണം. പതറിപ്പോകരുത്. പരാജയം മുൻപിൽ വന്ന് ഇങ്ങനെ തിറതുള്ളിയാടുമ്പോഴും കർത്താവിൻ്റെ ആരംഭവും അവസാനവും കാണുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കരത്തിൽ മുറുകെ പിടിച്ച് ശക്തിയോടെ നിൽക്കണം. തോറ്റുപോകരുത്. പാതി വഴിയിലൊന്നും അവസാനിപ്പിക്കരുത്. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മനോഹരമായ ദിവസങ്ങളാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. ഇന്ന് കർത്താവെ, എത്ര സൂക്ഷ്മതയോടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ കാണുന്നു. ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അങ്ങ് ഞങ്ങളുടെ ജീവിതം മുൻപേ കണ്ടിട്ടുണ്ട് എന്നത് എത്ര ആശ്വാസം നൽകുന്ന ഒരു ഓർമ്മയാണ്. പൂർണ്ണമായും അങ്ങിൽ ശരണം വെക്കാൻ, അങ്ങേ ട്രസ്റ്റ് ചെയ്യാനുള്ള കൃപയാണ് ഈ വചന വായനയിലൂടെ കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതും ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും. കർത്താവെ, ഞങ്ങൾക്ക് ആ ശരണം അങ്ങ് തരണമേ. ഞങ്ങൾ അങ്ങയെ ശരണം വെക്കുന്നവരായി മാറട്ടെ. ഞങ്ങൾ ഈ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താതെ അങ്ങയിലേക്ക് നോക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിഗ്രഹങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും എടുത്ത് മാറ്റണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ ക്രോധത്തിന് പകരം കുരിശിൽ ചൊരിയപ്പെട്ട അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, വചനവായന പദ്ധതി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ നിരവധിയായ സംഘർഷങ്ങളുടെയും സങ്കടങ്ങളുടെയും അധ്വാനത്തിൻ്റെയും നടുവിലാണ് ഈ യാത്ര നിങ്ങളോടൊപ്പം നടത്തുന്നത്.
തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്, സംരക്ഷിക്കുന്നത്, എനിക്ക് കൂടുതൽ ഊർജം തരുന്നത്. ഞാനത് കൗണ്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.